UDFന്റെ മുന്നണി വിപുലീകരണം നടന്നിരിക്കുകയാണ്. ഇത് ഏകദേശം അടിമുടി പാളിയ ഒരു ലക്ഷണമാണ് വാർത്തകളിൽ നിന്നൊക്കെ കേൾക്കാൻ പറ്റുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച്? അടിമുടി പാളി അടിപ്പടലം പാളിപ്പോയി എന്നുള്ളതാണ് സത്യം. UDFന്റെ തീരുമാനങ്ങൾ പുറത്തു പറയേണ്ട ഉത്തരവാദിത്തം UDF ചെയർമാന്റെ അല്ല, അത് UDF കൺവീനറുടെയാണ്. തൃണമൂൽ കോൺഗ്രസിനെയാണോ അതോ ഈ പറഞ്ഞ PV അൻവറിനെയാണോ UDF എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് UDF ആണ്, കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസും PV അൻവറുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല. കാമരാജ് കോൺഗ്രസിന്റെ വിഷ്ണുവരൻ ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് താൻ അങ്ങനെ ഒരു അപേക്ഷയും നൽകിയിട്ടില്ല, എവിടെ KPCCക്കോ അല്ലെങ്കിൽ UDFനോ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് അയാൾ വെല്ലുവിളിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, തൃണമൂൽ കോൺഗ്രസ് UDFലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കും എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി UDF ഈ ത്രിതല പഞ്ചായത്തിൽ നേടിയിട്ടുള്ള ആ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ആ ഒരു മേൽക്കൈ ഇടിഞ്ഞു താഴേക്ക് വീഴുകയല്ലേ. UDFൽ എടുത്തിരിക്കുന്നത് PV അൻവറിനെയാണോ അതോ തൃണമൂൽ കോൺഗ്രസിനെയാണോ? നമസ്കാരം. നമസ്കാരം. UDFന്റെ മുന്നണി വിപുലീകരണം നടന്നിരിക്കുകയാണ്. ഇത് ഏകദേശം അടിമുടി പാളിയ ഒരു ലക്ഷണമാണ് വാർത്തകളിൽ നിന്നൊക്കെ കേൾക്കാൻ പറ്റുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച്? അടിമുടി പാളി അടിപ്പടലം പാളിപ്പോയി എന്നുള്ളതാണ് സത്യം. VD സതീശൻ തന്റെ വിജയം എന്നുള്ള രീതിയിൽ റൈറ്റ് സൈഡിൽ CP ജോണിലെ ലെഫ്റ്റ് സൈഡിൽ UDF കൺവീനറെയും നിശബ്ദനാക്കി ഇരുത്തിക്കൊണ്ട് VD സതീശൻ നടത്തിയ വലിയ വിശ്വവിഖ്യാതമായ പ്രഖ്യാപനമായിരുന്നു UDFന്റെ അടിത്തറ ഞങ്ങൾ വിപുലീകരിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ UDFലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFന്റെ തീരുമാനങ്ങൾ പുറത്തു പറയേണ്ട ഉത്തരവാദിത്തം UDF ചെയർമാന്റെ അല്ല, അത് UDF കൺവീനറുടെയാണ്. പിന്നെ കൺവീനർക്ക് എന്ത് റോളാണുള്ളത്? കൺവീനറെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിരുത്തിയിട്ട് അയാൾക്ക് സംസാരിക്കാൻ ശേഷിയില്ലെങ്കിൽ അയാളെ മറ്റു വേറെ ആളെ വെക്കുന്നത്. ഇപ്പൊ UDFന്റെ ചെയർമാനായിട്ടും VD സതീശൻ, പ്രതിപക്ഷ നേതാവായിട്ടും VD സതീശൻ, അതോടൊപ്പം തന്നെ എന്താ പറയുക KPCC പ്രസിഡന്റായിട്ടും VD സതീശൻ, UDF കൺവീനറായിട്ടും VD സതീശൻ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. VD സതീശന്റെ മണ്ടത്തരങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് UDFൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന രണ്ട് പാർട്ടികൾ, ഒന്ന് കാമരാജ് കോൺഗ്രസ്, പിന്നെ തൃണമൂൽ കോൺഗ്രസ്. ഈ തൃണമൂൽ കോൺഗ്രസിനെയാണോ അതോ ഈ പറഞ്ഞ PV അൻവറിനെയാണോ UDFൽ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് UDF ആണ്, കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസും PV അൻവറുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് TMCയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായൊരു ലെറ്റർ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ സിമ്പിൾ ഫ്ലവർ അതൊരു കാരണവശാലും കേരളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, ആർക്കും അനുവദിക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് നവംബർ 20 അത് നാഷണൽ ലെവലിലുള്ള എല്ലാ ദേശീയ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത പോലും കാണാതെയാണ് തൃണമൂൽ കോൺഗ്രസിനെ ഞങ്ങൾ UDFന്റെ ഭാഗമായിട്ട് എടുത്തു എന്നൊക്കെ പറയുന്നത്. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപിത നിലപാട് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ LDFന്റെ കൂടെ നിൽക്കത്തില്ല, UDFന്റെ കൂടത്തിൽ നിൽക്കത്തില്ല, അതോടൊപ്പം തന്നെ NDAയുടെ ഭാഗമായിട്ട് ഒരു കാരണവശാലും നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കിയെന്ന് VD സതീശൻ പറയുന്നത്? ഇന്നിപ്പോ കാമരാജ് കോൺഗ്രസിന്റെ വിഷ്ണുവരൻ ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് താൻ അങ്ങനെ ഒരു അപേക്ഷയും നൽകിയിട്ടില്ല, എവിടെ KPCCക്കോ അല്ലെങ്കിൽ UDFനോ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് അയാൾ വെല്ലുവിളിക്കുന്നത്. VD സതീശൻ എന്താണ് പറയാനുള്ളത്? രണ്ട് പ്രധാനപ്പെട്ട, ഒന്ന് തൃണമൂൽ കോൺഗ്രസിനെയും കാമരാജ് കോൺഗ്രസിനെയും UDFൽ എടുത്തു എന്ന് പ്രഖ്യാപിക്കുക. അതിനുശേഷം ഇപ്പം നോക്കിക്കോ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, തൃണമൂൽ കോൺഗ്രസ് UDFലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കും എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി UDF ഈ ത്രിതല പഞ്ചായത്തിൽ നേടിയിട്ടുള്ള ആ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ആ ഒരു മേൽക്കൈ ഇടിഞ്ഞു താഴേക്ക് വീഴുകയല്ലേ. കാരണം ഇതൊക്കെ കുറച്ചുകൂടിയൊക്കെ കൂടിയാലോചനകളിൽ കൂടെയൊക്കെ വേണ്ട ചെയ്യാനായിട്ട്. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന, ദേശീയ പാർട്ടിയൊന്നും അല്ല എങ്കിലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ആ തൃണമൂൽ കോൺഗ്രസിനെ UDFനകത്ത് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരൊക്കെ മമതാ ബാനർജിയായിട്ട് ഒരു വട്ടമെങ്കിലും ചർച്ച നടത്തണ്ടേ? അതിനുശേഷമാണോ ഇതൊക്കെ ചെയ്യാനായിട്ട്? തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവുമായിട്ട് ആരും ചർച്ച ചെയ്തിട്ടില്ല. PV അൻവറിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഉൾപ്പെടുത്തിയെന്ന് പറയുന്നത്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നാളെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരാളെ പ്രഖ്യാപിച്ചാൽ അവരെ UDF യോഗത്തിൽ പങ്കെടുപ്പിക്കുകയോ അതോ PV അൻവറിനെ പങ്കെടുപ്പിക്കുകയോ? ഇത് UDFൽ ഇവിടെ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. UDF ഇനി വ്യക്തമാക്കേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFൽ എടുത്തിരിക്കുന്നത് PV അൻവറിനെയാണോ അതോ തൃണമൂൽ കോൺഗ്രസിനെയാണോ? ഇതിനൊരു ഉത്തരം UDF തരണം, അല്ലെങ്കിൽ VD സതീശൻ പറയണം. മണ്ടത്തരങ്ങളിൽ നിന്ന് മണ്ടത്തരങ്ങളിലേക്കാണ് UDF നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് പൊട്ടന്മാരെയും മണ്ടന്മാരെയും വഹിച്ചുകൊണ്ടുള്ള ഒരു മുങ്ങുന്ന കപ്പലായിട്ട് മാറിയിരിക്കുന്നു UDF എന്ന് ഈ അവസരത്തിൽ വേദനയോടുകൂടിയെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. ഞാൻ പറയുന്നത് ഇത് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകളെയോ K മുരളീധരനെ പോലെയുള്ള ആളുകളുടെ കൈകളിലേക്കൊക്കെ UDFന്റെ നേതൃത്വം നൽകണം.
അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണം. ഇത് വെറുതെ ഒരു പൊട്ടൻ കളി എന്ന് പറഞ്ഞാൽ വെറും പൊട്ടൻ കളി. ഇതെന്താ പിള്ളേര് കളിയാണോ ഇത് UDF നേതൃത്വം എന്ന് പറയുന്നത്? വാർത്തയില് പിന്നെ ഓളെ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമോ? ഇതങ്ങനെയല്ല. ഇതിൻ്റെ അത് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖർ തന്നെ പറയും. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം വോട്ട് ബാങ്ക് ഉള്ള ഒരു കക്ഷിയാണ് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും കൊല്ലത്തിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ആ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, നാടാർ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് UDF വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDFിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ധൃതി കാണിച്ചത്. പക്ഷേ ഈ ധൃതി കാണിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്നയാള് NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ്. NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാനായിട്ടിരിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ ഒരു അപേക്ഷ നൽകി എന്നുള്ളതിന് കൃത്യമായ രേഖകൾ പോലും കയ്യിലില്ലാതെ VD സതീശൻ സ്വയമേധ കൊണ്ട് തീരുമാനമെടുത്തു. സ്വയമായിട്ട് അവിടെ തീരുമാനമെടുത്തു. കാരണം അയാൾ വെല്ലുവിളിക്കുകയാണ്, ഞാനൊരു കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കത്തൊന്ന് കാണിക്കട്ടെ. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ NDA ആയിട്ട് അതൃപ്തിയുണ്ട്, തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് NDA പരിഹരിച്ചോളൂന്നേ. അയാൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്നിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരുമായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട്, അപ്പോൾ രാജീവ് ചന്ദ്രശേഖരുമായിട്ട് ചേർന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം? വിഷ്ണുപുരം ചന്ദ്രശേഖർ UDFന്റെ അപേക്ഷ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നാണം കെടുന്നത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരല്ലേ. ഇന്നലെയല്ല എല്ലാ ത്രിതല പഞ്ചായത്തിലേക്കുള്ള സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് വളരെ ആഹ്ലാദത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഇടുത്തി പോലെയുള്ള ഒരു തിരിച്ചടിയല്ലേ ഇപ്പൊ കിട്ടിയേക്കുന്നത്? ഇടുത്തി പോലുള്ള തിരിച്ചടി. അതിപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വന്നുവെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയാൻ പോവുകയാണ്, ഞങ്ങൾ കേരളത്തിലെ UDF സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഇല്ല എന്ന പ്രസ്താവന വന്നില്ലെങ്കിൽ കണ്ടു. ഉറപ്പാണത്. ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ നവംബർ 20-ാം തീയതിയിലത്തെ വാർത്തയെടുത്ത് എല്ലാവരും വെച്ച് വായിച്ചു നോക്കിക്കോ. കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം കത്ത് കൊടുത്തിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ സിമ്പൽ, അതായത് TMCയുടെ സിമ്പൽ ആർക്കും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ തൃണമൂൽ കോൺഗ്രസിനെയാണോ PV അൻവറിനെയാണോ UDFിൽ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം VD സതീശൻ വ്യക്തമാക്കണം. നമ്മളുടെയൊക്കെ അറിവ് വെച്ചിട്ട് അതിനകത്ത് എടുത്തിരിക്കുന്നത് PV അൻവറിനെയാണ്, തൃണമൂൽ കോൺഗ്രസിനെ അല്ല. പിന്നെ എന്തിനാണ് ഈ VD സതീശൻ തൃണമൂൽ കോൺഗ്രസിനെയും PV അൻവറിനെയും UDFിന്റെ അസോസിയേറ്റ് മെമ്പറാക്കി ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് ഇനി ഇൻഫ്ലുവൻസേഴ്സും മറ്റു പാർട്ടികളും ഇടത് അനുകൂലികളും ഒക്കെ വരാനിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കരുതി കഴിഞ്ഞാൽ UDFിന്റെ അവസ്ഥ എന്തായിരിക്കുന്നേ? എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ വേണമെങ്കിൽ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാനുള്ള സർവ്വ സാധ്യതയും കാണുന്നുണ്ട്. എന്തൊരു വിഡ്ഢിത്തരമാണ് കാണിച്ചേക്കുന്നത്. ഒരു UDF സംവിധാനത്തിന്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുത്തിയില്ലേ? ഒന്നാമത് അതിനകത്ത് ഈ UDF നേതൃത്വത്തിന്റെ അത് ചെറിയ ചെറിയ ഘടകകക്ഷികളുടെ ഭാഗമായിട്ടിരിക്കുന്ന കുറെ ഗജ ഫ്രോഡുകളുണ്ട്. അവരൊക്കെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ UDFിന്റെ നേതൃത്വം ഒന്ന് ബോധവാന്മാരാകുന്നത് നല്ലതാണ്. ഇതിനെക്കുറിച്ച് പരിശോധിക്കണം. UDFിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേഴ്സണൽ പ്രൊഫൈൽ ഇനിയെങ്കിലും പഠിക്കാൻ VD സതീശൻ തയ്യാറാവാത്ത പക്ഷം വരാൻ പോകുന്നത് വളരെ വലിയ തിരിച്ചടികളായിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും VD സതീശൻ മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്ര MLA എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ട് ഉന്നതാധികാര സമിതിയിൽ ഇരുത്തി കഴിഞ്ഞാൽ മറുപടി പറയാനാവാതെ UDF പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും.